നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ പിണറായി വിജയന്റെ ക്യാബിനറ്റിലെ 2 മന്ത്രിമാർ പരസ്പരം ഏറ്റുമുട്ടുന്നു. മന്ത്രി എം.ബി. രാജേഷാണ് മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ രംഗത്തെത്തിയത്. റോഷി അഗസ്റ്റിന്റെ ജലവിഭവ വകുപ്പ് സർക്കാരിന്റെ നയപരമായ തീരുമാനം അട്ടിമറിച്ചുവെന്ന് മാത്രമല്ല, ക്യാബിനറ്റ് ധാരണ ലംഘിച്ചെന്നും എക്സൈസ് മന്ത്രി തുറന്നടിച്ചു. ഇതാണ് സാഹചര്യമെങ്കിലും ബ്ലൂവറി പദ്ധതിയിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകില്ല എന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞു. പദ്ധതിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടാൻ കാരണം ജലവകുപ്പ് ക്യാബിനറ്റ് ധാരണ ലംഘിച്ചതാണ് എന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു. റോഷി അഗസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് കേരള കോൺഗ്രസ് UDF-ൽ ചേരാത്തത് എന്ന CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഫോൺ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് പിണറായിയുടെ വിശ്വസ്തനായ മന്ത്രി രാജേഷ് റോഷിയെ തള്ളിപ്പറഞ്ഞത്. എന്നാൽ തടസ്സങ്ങൾ നീക്കി പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു. എലപ്പുള്ളി ബ്രൂവറി പദ്ധതിയിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ല എന്ന് തദ്ദേശ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് പറയുമ്പോൾ പദ്ധതി നടപ്പിലാക്കാൻ മന്ത്രിസഭ കൂട്ടായ തീരുമാനമാണ് എടുത്തത് എന്നും സർക്കാർ ഇതുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കെതിരെയുള്ള ഹൈക്കോടതി വിമർശനത്തിന് കാരണം ജലവിഭവ വകുപ്പിന്റെ നിലപാടാണ് എന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ജലലഭ്യത ഉറപ്പാക്കുമെന്ന മുൻപത്തെ തീരുമാനത്തിൽ നിന്ന് ജലവിഭവ വകുപ്പ് മലക്കം മറിഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും ക്യാബിനറ്റ് ധാരണ ലംഘിക്കപ്പെട്ടതിന്റെ കാരണം അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതികമായ തടസ്സങ്ങൾ പരിഹരിച്ച് ബ്രൂവറി പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു. കേരളത്തിന് ഇത്തരമൊരു പദ്ധതി അനിവാര്യമാണ്. നിലവിൽ നേരിടുന്ന തടസ്സങ്ങൾ നീക്കി പദ്ധതി നടപ്പിലാക്കാനാണ് എക്സൈസ് വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജലവിഭവ വകുപ്പ് സ്വീകരിച്ച നിലപാട് പരിശോധിക്കുമെന്നും മന്ത്രിസഭയുടെ പൊതുവായ താൽപര്യം സംരക്ഷിക്കപ്പെടുമെന്നും എം.ബി. രാജേഷ് കൂട്ടിച്ചേർത്തു. എലപ്പുള്ളി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടിയേറ്റത്. സർക്കാർ നൽകിയ പ്രാഥമിക അനുമതി അന്ന് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. കാര്യമായ അപഗ്രഥനം നടത്താതെയാണ് പ്രാഥമിക അനുമതി നൽകിയത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി റദ്ദാക്കിയത്. വേണ്ടത്ര പഠനം നടത്തിയില്ല എന്നും വിശദമായ പഠനം ഇക്കാര്യത്തിൽ വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. വിശദമായ പഠനം നടത്തിയ ശേഷം അനുമതി നൽകണോ വേണ്ടയോ എന്ന് സംബന്ധിച്ച് സർക്കാരിന് വീണ്ടും തീരുമാനിക്കാമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഒയാസിസ് കമ്പനിക്ക് നൽകിയ പ്രാഥമിക അനുമതിയാണ് റദ്ദാക്കിയത്. ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് 635 കോടിയുടെ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. വിവിധ കാരണങ്ങളാൽ തടസ്സപ്പെട്ടുകിടക്കുന്ന പദ്ധതികൾ വേഗത്തിൽ നടപ്പിലാക്കുന്ന ചുമതലയാണ് കേരള സ്റ്റേറ്റ് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിന് ഉള്ളത്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ ബോർഡിന് മുന്നിലുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന എലപ്പുള്ളി പഞ്ചായത്ത് കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടും ബോർഡ് യോഗത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കി പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് നീക്കമെന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രാദേശിക എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങാനാണ് വ്യവസായ വകുപ്പിന്റെ തീരുമാനം എന്നറിയുന്നു. എഥനോൾ പ്ലാന്റും ഡിസ്റ്റിലറിയും ബ്രൂവറിയും നിർമ്മിക്കാൻ ഒയാസിസ് കൊമേഴ്ഷ്യൽ കമ്പനി വാങ്ങിയ ഭൂമിയിൽ തണ്ണീർത്തടവും ഉൾപ്പെട്ടിട്ടുണ്ട്. എലപ്പുള്ളി 6-ാം വാർഡിലെ മണക്കാട് വാങ്ങിയ 24 ഏക്കർ ഭൂമിയിൽ 3.5 ഏക്കറോളം ഭൂമിയും ഡേറ്റാ ബാങ്കിലുള്ളതാണ്. ഈ ഭൂമി തരം മാറ്റി കിട്ടാൻ 2024 ഓഗസ്റ്റിൽ കമ്പനി അപേക്ഷ നൽകിയെങ്കിലും കൃഷി വകുപ്പ് തടസ്സവാദം ഉന്നയിച്ചിരുന്നു. പഞ്ചായത്ത് പ്ലാന്റിന് NOC നൽകിയിട്ടുമില്ല. പ്രദേശത്ത് കടുത്ത ജലചൂഷണം ഉണ്ടാകുമെന്നതിന്റെ പേരിലാണ് CPM ഒഴികെയുള്ള കക്ഷികൾ പ്ലാന്റിനെതിരെ സമരവുമായി രംഗത്തുള്ളത്. പാടം നികത്തുന്നതിന് CPIയുടെ കീഴിലുള്ള കൃഷി വകുപ്പ് കടുത്ത എതിർപ്പ് ഉന്നയിച്ചതാണ് പ്ലാന്റ് തുടക്കത്തിനുള്ള പ്രധാന തടസ്സം. എന്നാൽ CPIക്കോ കൃഷിമന്ത്രി പ്രസാദിനോ എതിരെ നിശബ്ദത പാലിക്കാൻ മന്ത്രി രാജേഷ് ശ്രദ്ധിച്ചു. അതായത് CPIക്കെതിരെ സംസാരിക്കാൻ മന്ത്രി രാജേഷിനെ പിണറായി സമ്മതിക്കില്ല. പ്ലാൻ വന്നു കഴിഞ്ഞാൽ കർഷകർ ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതകളാണ് തുറക്കാൻ പോകുന്നത് എന്നാണ് പാലക്കാട് നിന്നുള്ള എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ വാദം. ഈ പദ്ധതിക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ മരച്ചീനി, ഉപയോഗശൂന്യമായ നെല്ല്, അതുപോലെ തന്നെ വേസ്റ്റായി പോകുന്ന പച്ചക്കറികൾ എന്നിവയാണ്. കേരളത്തിലാകെ കർഷകർക്ക് വലിയ അവസരമാണ് ലഭിക്കാൻ പോകുന്നത്. നെല്ലിന് ഗണ്യമായ വില കൂടും. അരി പുതിയൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറും. അങ്ങനെ വരുമ്പോൾ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കും. കേരളത്തിന് വലിയ വരുമാന സാധ്യതയാണ് ബ്രൂവറി പ്ലാന്റ് വഴി ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് മന്ത്രി എം.ബി. രാജേഷ് അവകാശപ്പെടുന്നത്. പക്ഷേ പൊതുവെ ജലക്ഷാമം നേരിടുന്ന പ്രദേശം എന്ന നിലയിലാണ് നാട്ടുകാർ പദ്ധതിയെ എതിർക്കുന്നത്. ഇക്കഴിഞ്ഞ മാസം ബ്രൂവറി പദ്ധതി പ്രദേശം വൃത്തിയാക്കാനുള്ള കമ്പനിയുടെ നീക്കം ജനകീയ സമരസമിതിയും കോൺഗ്രസ് BJP പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരുന്നു. ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് അഴിമതിക്കും കള്ളപ്പണം എളുപ്പിക്കലിനും അന്വേഷണം നേരിടുന്ന കമ്പനിയാണ്. ഈ വർഷം ജനുവരിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ
കമ്പനിക്ക് മദ്യ നിർമ്മാണത്തിന് ലൈസൻസ് നൽകാൻ തീരുമാനിച്ചത്. പഞ്ചാബ്, ഡൽഹി സംസ്ഥാനങ്ങളിൽ നടന്ന മദ്യ കുംഭകോണങ്ങളിൽ ഒയാസിസ് കമ്പനിയും അതിന്റെ ഉടമകളും പ്രതിസ്ഥാനത്താണ്. ബ്രൂവറി പ്ലാന്റിനായി ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരം മാറ്റ അപേക്ഷ റവന്യൂ വകുപ്പ് നേരത്തെ തള്ളിയിരുന്നു. ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശത്ത് നിർമ്മാണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒയാസിസ് കമ്പനിയുടെ അപേക്ഷ പാലക്കാട് RTOയാണ് തള്ളിയത്. ഒരു കാരണവശാലും പ്ലാന്റ് അനുവദിക്കാൻ പാടില്ല എന്ന് പാലക്കാട് CPI ജില്ലാ കമ്മിറ്റി പ്രമേയം പാസാക്കിയിരുന്നു. മുന്നണിക്കുള്ളിലെ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് നീങ്ങാനാണ് CPM തീരുമാനം എന്നാണ് അറിയുന്നത്. മദ്യനയ LDFൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന RJDയുടെ തുറന്നു പറച്ചിൽ മുന്നണിയെ ഒന്നടങ്കം വെട്ടിലാക്കിയിരുന്നു. RJD സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് ആണ് ഇക്കാര്യം പരസ്യമായി പറഞ്ഞത്. ഇതോടെ എങ്ങും തൊടാതെ വിമർശനം ഉന്നയിച്ചു പോന്ന CPIക്കും ഇക്കാര്യം അംഗീകരിക്കേണ്ടി വരും. CPM ഏകപക്ഷീയമായി സ്വീകരിച്ച മദ്യനയം അംഗീകരിക്കാൻ ഘടകകക്ഷികൾ ബാധ്യസ്ഥരല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് RJDയുടേത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മദ്യാസക്തി കുറയ്ക്കും എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്ത് മദ്യാസക്തി കൂടുന്നു. മദ്യലഭ്യത കുറയ്ക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ കൂടുതൽ ഉത്തരമാകുന്ന നീക്കങ്ങളാണ് RJDക്ക് യോജിപ്പില്ല. LDFൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല. വർഗീസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: 2023 ജൂലൈ 26 മന്ത്രിസഭ അംഗീകരിച്ച് പുറത്തിറക്കിയ 2023-24 മദ്യനയത്തിന്റെ 8ാമത്തെ പേജിൽ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, എത്തനോൾ എന്നിവ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുകയാണ് നയം ലക്ഷ്യമിടുന്നത്. ഇത് നേടുന്നതിന് പുതിയ ബ്രൂവറി യൂണിറ്റുകളും ഡിസ്റ്റിലറികളും സ്ഥാപിക്കാൻ യോഗ്യതയുള്ള കമ്പനികൾക്ക് അനുമതി നൽകണമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യം മുഖ്യമന്ത്രി നിയമസഭയിലും ആവർത്തിച്ചിരുന്നു. ഇത്തരമൊരു നയം ക്യാബിനറ്റിൽ പാസാക്കിയപ്പോൾ CPI മന്ത്രിമാരോ അവരുടെ പാർട്ടി നേതൃത്വമോ എതിർപ്പൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. ഇടതുമുന്നണി ചർച്ച ചെയ്ത് അംഗീകരിച്ച നയമാണ് എന്ന് ഇടത് കൺവീനറോ മന്ത്രിമാരോ അവകാശപ്പെട്ടിരുന്നില്ല. മദ്യ നിർമ്മാണ കമ്പനിയായ ഒയാസിസിന് എലപ്പുള്ളിയിൽ അനുമതി നൽകിയപ്പോഴാണ് എതിർപ്പുകൾ ഉയർന്നത്. ഈ ഘട്ടത്തിലാണ് LDF അംഗീകരിക്കാത്ത നയമാണ് മന്ത്രിസഭ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ വിമർശനങ്ങൾ RJD ഉന്നയിക്കുന്നുണ്ട്. LDF അംഗീകരിക്കാത്ത നയം നടപ്പിലാക്കാനോ അംഗീകരിക്കാനോ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്ന RJDയുടെ നിലപാട് CPMനെ വല്ലാത്ത വെട്ടിലാക്കിയിരുന്നു. CPM ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് മുന്നണിയിൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് ആക്കം കൂട്ടുന്നതാണ് RJDയുടെ ആക്ഷേപം. എന്നാൽ സ്വാഭാവികമായും CPM RJDയും തള്ളി. RJDയുടെ ആക്ഷേപങ്ങൾക്ക് CPM നേതൃത്വമോ എക്സൈസ് മന്ത്രിയോ മറുപടി പറഞ്ഞില്ല. എന്ത് ആക്ഷേപം വന്നാലും മദ്യ നിർമ്മാണ യൂണിറ്റുമായി മുന്നോട്ടു പോകുമെന്നാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്.